കെ.പി.സി.സി പട്ടിക ഉടനില്ല. തീരുമാനം നീണ്ടത് ഡി.സി.സി അധ്യക്ഷന്മാരിൽ ധാരണയാകാത്തതിനാൽ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഡി.സി.സി അധ്യക്ഷന്മാരിൽ സമവായമായില്ല. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ നിർദ്ദേശിച്ച് വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ വിഭാഗത്തിൽ നിന്ന് മണക്കാട് സുരേഷ്, പാലക്കാട് സി. ചന്ദ്രന് വേണ്ടി ഷാഫി പറമ്പിൽ വാദമുയർത്തി. ആലപ്പുഴയിൽ ബി. ബൈജുവിനായി ചെന്നിത്തലയും രംഗത്തെത്തി. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഓരോരുത്തരും താൽപര്യക്കാരെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിലാണ്. ഇതോടെ പുനഃസംഘടന അനന്തമായി നീളുകയാണോ? അസിത, തീർച്ചയായും കെ.പി.സി.സി പുനഃസംഘടന സംബന്ധിച്ച് വലിയ തിരക്കിട്ട ചർച്ചകളൊക്കെയും നടക്കുന്നു. സമവായ ചർച്ചകൾ 3 ദിവസമായി നടത്തിയെങ്കിലും ഓരോ നേതാക്കളും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഓരോ വ്യക്തികളെയും നോമിനികളെയും നിർദ്ദേശിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ പുനഃസംഘടന എന്നുള്ളത് നീളുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തീരുമാനം നീണ്ടത് ഈ ഡി.സി.സി അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു ധാരണയാകാത്തതിനെ തുടർന്ന് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം, അല്ലെങ്കിൽ കെ.പി.സി.സി പുനഃസംഘടന നീളും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. 10-ാം തീയതിക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കുമെന്നുള്ള സൂചനകൾ ഒക്കെയും ലഭ്യമായിരുന്നു. എന്നാൽ ഇതുവരെയും ഈ ഡി.സി.സി അധ്യക്ഷന്മാർ, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഡി.സി.സി അധ്യക്ഷന്മാരിൽ സമവായമായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ വി.ഡി. സതീശൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം കെ.സി. വിഭാഗത്തിൽ നിന്ന് മണക്കാട് സുരേഷിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് സി. ചന്ദ്രന് വേണ്ടി വാദിച്ചതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആലപ്പുഴയിൽ ബി. ബൈജുവിനായി ചെന്നിത്തല, അതോടൊപ്പം തന്നെ കൊല്ലത്തും നേരത്തെ സൂചിപ്പിച്ച പോലെ കൊടിക്കുന്നിൽ സുരേഷ് നിർദ്ദേശം കൊണ്ടുവരികയും അതിനെ തള്ളിക്കൊണ്ട് പി.സി. വിഷ്ണുനാഥ് മറ്റൊരാളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ നിരവധി നേതാക്കളാണ് അവനവരുടെ ഇഷ്ടപ്രകാരം ഓരോ പേരുകളും നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്ന് തന്നെ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെയും മിക്കവാറും ഈ ദില്ലിയിൽ തന്നെ നേതാക്കൾ തുടരുന്ന സാഹചര്യമുണ്ട്. അതല്ല എങ്കിൽ തന്നെ നാട്ടിൽ ചെന്നുകൊണ്ട് കേരളത്തിൽ മറ്റു നേതാക്കളുമായുള്ള ചർച്ചകൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചൊരു അന്തിമ പട്ടിക ഉണ്ടാകൂ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കെ.സി. വേണുഗോപാലുമായി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ സമവായമായിട്ടില്ല. അതോടൊപ്പം വൈകുന്നേരം ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ഈ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിലൊന്നും തന്നെയും സമവായമായിട്ടില്ല. അതുകൊണ്ട് പുനഃസംഘടന സംബന്ധിച്ച തർക്കം രൂക്ഷമായി തുടരുന്നു എന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയും. അസിത. ശരി സ്വാതി, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മാരത്തോൺ ചർച്ചകൾ തുടരുകയാണ്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.